ഹായ്, അസ്സാം വലൈക്കും. സഫീറാണ്. അപ്പോൾ നമ്മുടെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ മരിച്ച എല്ലാവർക്കും പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ അള്ളാഹു പ്രപഞ്ചനാഥൻ അവരൊക്കെ സ്വീകരിക്കട്ടെ. ഒരുപാട് കുഞ്ഞു കുട്ടികൾ, പിന്നെ ഒരുപാട് ആൾക്കാർ അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ചിലവർ ഉറക്കി തന്നെ പോയവരുണ്ട്. അല്ലാത്തവർ രക്ഷപ്പെടാൻ വിവിധ സ്ഥലങ്ങളിൽ കയറിപ്പോയിട്ട് ആ സ്ഥലങ്ങളിൽ നിന്ന് വീണ്ടും രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ തിരിച്ച് മണ്ണിനടിയിലേക്ക് പോയവരുണ്ട്. ഇനിയും ഒരുപാട് ശരീരങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പുകളിൽ അവരുടെ ഉപജീവനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കേരളക്കരയാകെ, ഇന്ത്യ ഒട്ടാകെ എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് ഒന്നിക്കുക. അവരെ സാമ്പത്തികമായിട്ട് നമുക്ക് സഹായിക്കാൻ പറ്റണം. അപ്പോൾ പ്രകൃതി നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നതിന് മുന്നേ ശരിക്കും ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. പക്ഷെ നമ്മുടെ നമുക്കത് തിരിച്ചറിയാൻ എല്ലാവർക്കും പറ്റുന്നില്ല എന്നുള്ളൂ. വളരെ അപൂർവം ആൾക്കാർക്കൊക്കെ തിരിച്ചറിയാനുള്ള ശക്തി ഉള്ളവരുമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വീഡിയോസിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഇപ്പോൾ അവരെ അതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഓക്കെ. ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ നിന്ന് തലനാരിഴക്ക് രക്ഷപ്പെട്ട ഒരു കുടുംബമാണ് എനിക്കൊപ്പം ഉള്ളത്. സിറാജുദ്ദീനും കുടുംബവുമാണ്. ഈ ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് തുടക്കത്തിൽ തന്നെ അവർ വീട്ടിൽ നിന്ന് മാറിയത് കൊണ്ടാണ് ഈ കുടുംബം രക്ഷപ്പെട്ടത്. പക്ഷേ ഇവരുടെ വീടും ഇവരുടെ ഓട്ടോറിക്ഷയും അടക്കം പൂർണ്ണമായും ഈ ഉരുൾപൊട്ടലിൽ നശിക്കുകയും ചെയ്തു. അന്ന് എന്താണ് ശരിക്കും സംഭവിച്ചത്? അന്ന് ഒരു 1:10 ആയപ്പോൾ നമ്മൾ ശരിക്കും ഉറങ്ങിയിട്ടില്ല. മുമ്പത്തെ പ്രളയത്തിൽ വെള്ളം കയറിയിരുന്നു, മുറ്റം വരെ വെള്ളം വന്നിരുന്നു. അപ്പോൾ ഇവിടെ രാത്രി എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്, വെള്ളം വരുന്നുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊന്നുമല്ല, ഒരു നല്ല സ്മെല്ല് വരാൻ തുടങ്ങി, ഈ മഞ്ഞളൊക്കെ ഉള്ളൊരു സ്മെല്ല്. പിന്നെ വീടിൻ്റെ ഒരു മൂല ചെറുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇവിടെ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഞങ്ങൾ നീച്ച് മക്കളെ വിളിച്ചുണർത്തി, ഞങ്ങളൊക്കെ ഒപ്പം ഉണ്ടായിരുന്നു, മക്കളൊക്കെ വിളിച്ചുണർത്തി ഡൈനിങ് ഹാളിലേക്ക് പോയി. ഡൈനിങ് ഹാളിലേക്ക് പോകുമ്പോൾ കൊലൈൻ്റെ റൂമിൽ നിന്നൊക്കെ വെള്ളം ചളി അടിച്ച് കയറുന്നുണ്ട്. രണ്ട് ഭാഗത്തും ചളി അടിച്ച്, ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ചളി അടിച്ച് കയറാം. പിന്നെ ചുമരിൻ്റെ ഏകദേശം 3/4 ഭാഗത്തോളം വെള്ളമായി. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ, ഞാൻ പുറത്തേക്ക് ഇറങ്ങരുതായിരുന്നു. അപ്പോൾ വാതിൽ പറഞ്ഞാൽ ഞങ്ങൾ പുറത്ത് പോകും. അപ്പോൾ തൊട്ട് മേലെ തന്നെ ജ്യേഷ്ഠൻ്റെ വീടുള്ള രണ്ടാമത്തെ ജ്യേഷ്ഠന് അങ്ങനെ വിളിക്കുന്നുണ്ട്, എടാ അങ്ങോട്ട് വാറിന്. അപ്പോൾ ഞാൻ അങ്ങോട്ട് കിടക്കാൻ കഴിയില്ലല്ലോ, ഫുള്ള് വെള്ളം, അരക്ക് വെള്ളം. ഇറങ്ങിയാൽ പോയി. കുറച്ചൊരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളം കുറച്ച് ശാന്തമായി. അപ്പോൾ ഇതൊക്കെ ഇവിടെ അത്രയ്ക്കും വെള്ളമുണ്ട്, എൻ്റെ ഊരൊക്കെ വെള്ളമുണ്ട്. ഇവിടെ ചെറിയ മോളെ ജ്യേഷ്ഠനെടുത്തു, വലിയ മോളെ ഞാൻ എടുത്ത്, ഇവിടെ ഒരു പടി ഓൻ്റെ കയ്യും പിടിച്ചിട്ട് അപ്പുറം കടന്ന്. അപ്പോൾ മൂത്ത ജ്യേഷ്ഠങ്ങളൊക്കെ ഒരു പറമ്പിൽ അടുത്തടുത്ത വീടാണല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ മേലെ കയറി, രണ്ടാമത്തെ ജ്യേഷ്ഠൻ വീട്ടിൽ കയറി. അപ്പോൾ കുറച്ച് സേഫ്റ്റിയാണ് അവിടെ. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ മൂത്ത ജ്യേഷ്ഠൻ പറഞ്ഞ് നമുക്ക് ഇവിടുന്ന് മാറി, ഇനിയും വെള്ളം വരുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞല്ലോ പ്രതീക്ഷയിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തൊക്കെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. അയൽവാസികളൊക്കെ അപ്പത്തിന് ഓടി വന്ന്, കറണ്ടും വിളിച്ചൊന്നുമില്ല, എല്ലാവരെയും മൊബൈലും കത്തിച്ച് നിൽക്കുക. നല്ല മഴയും പെയ്യുന്നുണ്ട് ആ സമയത്ത്. രണ്ടാമത്തെ പൊട്ട് കിട്ടുമ്പോൾ അതിനേക്കാൾ കൂടുതൽ സൗണ്ടിലാണ് വരുന്നത്. ഞങ്ങളെല്ലാം കൂടി ഉണ്ടാക്കി പറമ്പിലേക്ക് ഓടി കയറി മക്കളെയും കുട്ടികളൊക്കെ തള്ളി പിടിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ തിരിഞ്ഞ് നോക്കുമ്പോൾ ലൈവിലിങ്ങനെ കാണാൻ നമ്മളെ വീടൊക്കെ ഇങ്ങനെ അടിച്ച് കൊണ്ടുപോകുക വെള്ളം. നടക്കുമ്പോൾ ഉറങ്ങിയിരുന്നോ? അങ്ങനെ ഉറങ്ങിയില്ല. ഒരു 11:30 ആയപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല. ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല, കുട്ടികൾ ഉറങ്ങിക്കണേ. പക്ഷെ ഒരു 11:30 ആയപ്പോൾ നമുക്ക് എന്തോ ഒരു അപകടം വരുമ്പോൾ നമുക്കിങ്ങനെ തോന്നുകയാണ്. ഒരു ഭയങ്കര മഴ നിൽക്കുന്നില്ല. പിന്നെ നമുക്കൊരു സ്മെല്ല് കിട്ടുന്നുണ്ട്. പച്ചമഞ്ഞൾ നമ്മൾ കയ്യിൽ പിടിച്ച് ഉരച്ചാൽ മരങ്ങൾ കൂട്ടിയിടിച്ചിട്ടാണ് സ്മെല്ലൊക്കെ വരുമ്പോൾ നമുക്ക് അനുഭവമുണ്ട്. അനുഭവം എന്ന് പറഞ്ഞാൽ പുത്തുമല പൊട്ടിയപ്പോൾ നമ്മുടെ അയൽവാസികൾ പുത്തുമലക്കാർ കുറച്ചാൾ വന്നിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിരുന്നു ഒരു ഭൂ പറഞ്ഞൊരു സൗണ്ടാണ് വരുന്നത്. അപ്പം അതേപോലെ പച്ചമഞ്ഞൾ ഉരച്ചൊരു മണവും വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെ നമുക്ക് സ്വന്തം അനുഭവം നമുക്കില്ലല്ലോ. പക്ഷേ ഈ സൗണ്ട് കേൾക്കുമ്പോൾ തോന്നി എന്തോ ഒന്ന് ഇവിടെ വരാനുണ്ട്. കിടന്ന റൂമിൻ്റെ ജർക്കിങ് വന്നപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങളെ വീട് കംപ്ലീറ്റ് എന്തോ ഒരു പ്രശ്നം വരുന്നു. ഞങ്ങൾ ഡൈനിങ് ഹാളിലേക്ക് ഓടി. ഡൈനിങ് ഹാളിൽ പോയപ്പോഴത്തേന് അടുക്കള ഭാഗമൊക്കെ ഞങ്ങൾ നോക്കുമ്പോൾ ജനലിൻ്റെ ഹൈറ്റിൽ ചളി വരൽ തുടങ്ങി. പിന്നെ ഏട്ടൻ വന്നിട്ട് പറഞ്ഞ് വാതിൽ തുറക്കാൻ പറഞ്ഞു. വാതിൽ തുറന്ന് എങ്ങനെയാണ് ഞങ്ങൾ മേലേക്ക് കയറി കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട് പോയി. അത്ര പിന്നെ ഒരു കുന്നാണ് ഞങ്ങളുടെ ബേക്ക് വശം, വീടിൻ്റെ ബേക്ക് വശം കുറച്ചൊരു കുന്നാണ്, ചായത്തോട്ടം. അത് വഴിയൊന്നും കാണുന്നില്ല, കാരണം നട്ടപ്പാതിര കയ്യിലും ഒന്നുമില്ല. ചെറിയ മക്കളും കുമ്പിട്ട് നിന്നിട്ട് മാന്തി കയറുകയാണ്. കയറുമ്പോൾ ടോ എന്നുള്ള സൗണ്ട് ബേക്കിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, പൊട്ടുന്നേ. പക്ഷെ മരിക്കുന്നുള്ളതിലാണ് നിന്നത്.
ആയുസ് ഉള്ളതുകൊണ്ടായിരിക്കും ബാക്കിയായി. വീടും എല്ലാം എല്ലാം പോയി, ഒന്നുമില്ല ഇപ്പം. അപ്പോൾ അവരെ വീഡിയോയിൽ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുന്നേ വേറെ ഏതോ ഒരു സ്ഥലത്തുണ്ടായ ഉരുൾപൊട്ടലിൽ അവരുടെ അനുഭവങ്ങൾ അവർ പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മഞ്ഞളിൻ്റെ സുഗന്ധം ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് കാരണം ഈ കുന്നിടിച്ചിൽ വരുന്ന സമയത്ത് ഒരുപാട് മരങ്ങളും അതിൻ്റെ വേരുകളൊക്കെ തമ്മിൽ കൂട്ടിയിടിച്ച് ഒരു പിന്ന രൂപത്തിലാണ് വരിക. അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന ആ ഫസ്റ്റ് ഉരുൾപൊട്ടലിന് തന്നെ ആ ഒരു സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ അവർക്കത് തിരിച്ചറിയാൻ പറ്റി, അവർക്കൊരു മുന്നറിയിപ്പ് മനസ്സിലായി. രണ്ടാമത് ആ സമയത്ത് തന്നെ ഒരുപാട് ആനകൾ പിന്നെ കൂട്ടത്തോടെ ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു എന്ന് അന്ന് പിന്നെ ദൃക്സാക്ഷികൾ പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടാമതൊരു വശം. കാരണം മൃഗങ്ങൾക്ക് മുന്നേ അറിയാൻ പറ്റും, കാരണം അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റും പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. പിന്നെ അവരുടെ ഐ ഒക്കെ ഡിഫറെൻ്റ് ആണ്, നമ്മുടെ പോലെയല്ല. ഹ്യൂമണിന് വിസിബിൾ അല്ലാത്ത പല സാധനങ്ങളും അവർക്ക് കാണാൻ പറ്റുന്ന പിന്നെ ആധുനിക സയൻസും പറയുന്നുണ്ട്. കാരണം അവരുടെ കണ്ണുകളിലെ ഘടനകളും അകത്തെ സംഭവങ്ങളൊക്കെ വ്യത്യാസമാണ്. നമ്മുടെ വീട്ടിലൊക്കെ കാണാം പൂച്ചകളൊക്കെ, നമ്മുടെ വീട്ടില് പൂച്ചകൾ, നായകൾ, നമ്മൾ കാണാത്ത ചില സ്ഥലങ്ങളിലേക്ക് നമ്മളവിടെ അവര് ചിലപ്പോൾ കുരക്കുന്നുണ്ടാവും, എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടാവാം. പൂച്ചകളാണെങ്കിൽ അവരുടെ ശബ്ദത്തിൽ സംസാരിക്കുന്നുണ്ടാവും ഒരു പ്രത്യേക സ്ഥലത്തൊക്കെ നോക്കിയിട്ട്. പക്ഷെ നമ്മൾ ആ സ്ഥലങ്ങളിലേക്ക് നോക്കുമ്പോൾ ശരിക്കും ഒന്നും കാണാനുണ്ടാവില്ല. അപ്പം നമ്മൾ പൊതുവെ എല്ലാവർക്കും പിന്നെ അവർക്ക് വെറുതെ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നതാണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, അവർക്ക് വിസിബിളാണ്. ഭൂമിയിലെ മനുഷ്യന്റെ കണ്ണുകൾക്ക് അധീനമായിട്ടുള്ള കാഴ്ചകൾ അവർ കാണുന്നുണ്ട്. കാരണം അവരുടെ കണ്ണുകളുടെ ഘടനകളൊക്കെ വ്യത്യാസമാണ്. എന്നതുപോലെ ഈ ഒരു പിന്നെ ഉരുൾപൊട്ടലിന് മുമ്പ് ആനകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ പ്രകൃതിക്ക് കാറ്റുകളിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ സൂക്ഷ്മമായ നമ്മുടെ മനുഷ്യ ജീവിതം വളരെ ഫാസ്റ്റാണ്. പല കാരണങ്ങളാലും നമുക്ക് സമയം കണ്ടെത്താനൊന്നും പറ്റുന്നില്ല. അതിൻ്റെ പേരിൽ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെങ്കിൽ നമ്മൾക്കിപ്പോൾ ഈ ഒരു ഉരുൾപൊട്ടൽ നമ്മൾക്ക് ഞാൻ പറഞ്ഞിരുന്നത് ഇങ്ങനെയുള്ള സൂചനകൾ ഉണ്ടെങ്കിലും അത് നമുക്ക് പിന്നെ നമ്മുടെ സമയം വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സമയം വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതൊന്നും നമുക്ക് ബാധകമല്ല. അതായത് നമ്മുടെ ആ സ്ഥലങ്ങൾ ഇപ്പം ചിലവർ മരണപ്പെടാൻ വേണ്ടിയിട്ട് ആ സ്ഥലങ്ങളിലേക്ക് തന്നെ പോയി മരിക്കുന്ന ഒരുപാട് രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അവർ അന്ന് ആ ദിവസങ്ങളിൽ അവിടെ എത്തിപ്പെടേണ്ടായിരുന്നില്ല. നമ്മുടെ ഈ അടുത്ത് നടന്ന എന്താണ് മറ്റേ ഒരു ടൈറ്റാനിക് കാണാൻ പോയ ഒരു ചെറിയൊരു പേടകം, അവർ ആ സമയങ്ങളിൽ അവിടെ എത്തിച്ചേരുവാണ് ചെയ്യുന്നത് അതുപോലെ ഒരു വലിയൊരു മില്യനറുടെ മകൻ, ആ മകന് ശരിക്കും അവിടെ പങ്കെടുക്കേണ്ടതല്ല, ആ മകനെ ഉപ്പ കൂട്ടിക്കൊണ്ട് പോവാണ്. എന്നതുപോലെ മരണം അങ്ങനെയാണ്, പ്രകൃതി അങ്ങനെയാണ്. നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല നമ്മൾ ഏത് സമയത്താണ് റബ്ബിങ്കിലേക്ക് മടങ്ങേണ്ടതെന്ന്. അപ്പൊ എല്ലാവരും ഭൂമിയിൽ നിന്ന് മറഞ്ഞു പോകേണ്ടവരാണ്. അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ പൂർവികരൊക്കെ ജീവിച്ചതുപോലെ ഭൂമിയിൽ വളരെ സിമ്പിളായിട്ട് പിന്നെ ക്ഷമയോടെ ഭൂമിയെ സോഫ്റ്റായിട്ട് ചവിട്ടി നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ഭൂമി നമ്മുടെ ഉമ്മയും കൂടിയാണ്. അതുപോലെ തന്നെ വേറൊരു ന്യൂസ് കണ്ടു, പിന്നെ ലയ എന്ന് പറയുന്ന ഒരു മോള്, പിന്നെ അതിന് മുമ്പേ എഴുതിയ നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ പ്രോഗ്രാമൊക്കെ നടത്തുമല്ലോ, അതിനെന്തോ പറയും, ഈ മാഗസീൻസ് ഒക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് പങ്കെടുത്തിരുന്നു. അപ്പോൾ ആ മാഗസീനിൽ ആ മോള് എഴുതിയിട്ടുണ്ടായിരുന്നു, ലയ എന്നാണ് ആ മോളെ പേര്. ആ മോളെ അച്ഛനും മിസ്സിംഗ് ആണെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ലയ എഴുതിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു കുരുവി വന്നിട്ട് പറയുന്ന ഒരു സ്റ്റോറി പോലെയാണ് ആ മോൾ എഴുതിയിട്ടുള്ളത്. പിന്നെ ഈ പുഴ നിങ്ങളെ കൊണ്ടുപോകും, അതുകൊണ്ട് നിങ്ങൾ ഈ പുഴക്കരയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് ഒരു കുരുവി ആ കുട്ടിയെ രക്ഷിക്കുന്നതാണ് സ്റ്റോറി. ലയയുടെ അച്ഛൻ ഇപ്പോൾ മിസ്സിംഗ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ കുട്ടികൾക്കൊക്കെ വളരെ സെൻസിറ്റീവായ ചില കാര്യങ്ങൾ അള്ളാഹു ഇട്ടുകൊടുക്കും. കാരണം അവരുടെ ഹൃദയം അത്രയും നിഷ്കളങ്കമാണ്, അവർക്ക് ചില കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റും. ഇത് ലയന്റെ സംഭവം പറയുന്ന സമയത്ത് എനിക്കൊരു ഫിലിമാണ് ഓർമ്മ വരുന്നത്. നോവിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിമുണ്ട്, ഹോളിവുഡ്. അപ്പോൾ ഹോളിവുഡിലെ ഡയറക്ടേഴ്സൊക്കെ എന്താ പറയുക, അത്രമാത്രം ഇമാജിനേഷനൊക്കെ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് തിങ്ക് ചെയ്യുന്നവരാണ്. ഈ നോവിങ് എന്നുള്ള ഫിലിമിൻ്റെ പിന്നെ ഇതിവൃത്തം തന്നെ
ആ കുട്ടിക്ക് വരാൻ പോകുന്ന സംഭവങ്ങള്, അപകടങ്ങള്, പിന്നെ ഒരു വിസ്പറിങ്, ചെവിയിലാരോ മന്ത്രിച്ചു കൊടുക്കുന്ന പോലെ തോന്നലുണ്ടാവും. അപ്പൊ ആ കുട്ടി അത് ഡയറിയിൽ ഇങ്ങനെ എഴുതി വെക്കും. പിന്നെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന സ്ഥലത്ത്, സ്ഥലമല്ല പറയുന്നത്, ഭൂമിയുടെ നമ്മുടെ ഗൂഗിൾ മാപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ കറക്റ്റ് ഡയമെൻഷനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ന 360 അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മുടെ മാപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ചില ടേംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കൃത്യമായിട്ട് ആ സ്ഥലത്ത് അപകടം നടക്കുമെന്നും അതിൽ ഇത്ര പേര് മരിക്കുമെന്നും പ്രിക്കോഷൻസ് ആയിട്ട് ആ കുട്ടി പ്രവചനം ചെയ്യാണ്. അപ്പോൾ ആ സമയത്ത് ആർക്കും, അധ്യാപകർക്കൊന്നും അവരെ മനസ്സിലായില്ല. എല്ലാവരും പിന്നെ ഈ കുട്ടിയുടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. ആ ഒരു ഫിലിം കണ്ടവർക്കറിയാം, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫിലിമാണ്. അതിൻ്റെ ഇതിവൃത്തം തന്നെ ഇങ്ങനെ ഒരു സംഭവമാണ്. അങ്ങനെ നായകൻ അത് കുട്ടിയുടെ ശരിക്കും അവര് വളരെ പ്രായമായിട്ട് മരണപ്പെടുകയും ഭർത്താവിനാലും എല്ലാവരും അവർ വിമർശിക്കപ്പെടും. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ സ്റ്റോറി. എന്നതുപോലെ കുട്ടികൾക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയാനും പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് മൃതശരീരങ്ങൾ ഛിന്ന ഭിന്നായിട്ടാണ് ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടിട്ടുള്ളത്. എന്താ പറയുക, നമുക്ക് അതിലൊക്കെ അങ്ങേറ്റത്തെ പ്രയാസമുണ്ട്. ആദ്യ ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ 1-2 ദിവസങ്ങൾ കഴിഞ്ഞ് ചെറിയ ചെറിയ മറവികളിലേക്ക് മനുഷ്യൻ മായാൻ തുടങ്ങി. അത്രമാത്രം വേദനാജനകമായ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വയനാടിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർവേശ്വരൻ അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു അവരെയൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട്, കാരുണ്യം കൊണ്ട് അള്ളാഹു അവരെയൊക്കെ പൊതിയട്ടെ. ഒരുപാട് പിഞ്ചുമക്കളുണ്ട്, അവർക്കൊക്കെ ഇനി ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ ഫാമിലിയെ ഓർത്തിട്ട് ദുഃഖങ്ങളും കൊണ്ട് പേറി നടക്കാതെ അവർക്ക് അള്ളാഹു സഹനശക്തി നൽകട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഷഫീർ. അസ്സലാമു അലൈക്കും.